ശ്രീതു ഭയങ്കര വിഷമത്തിലാണ്. ശരണ്യ ചെയ്ത ഒരു കാര്യമാണ് ശ്രീതുവിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിരിക്കുന്നത്. ആരോടധികം മിണ്ടാതെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് വിഷമിച്ച് നടക്കുന്ന ശ്രീതുവിനെയാണ് നമുക്ക് ലൈവില് കാണാനായിട്ട് സാധിച്ചത്. പിന്നീട് ശ്രീതു രാത്രി സമയത്ത് അർജുൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ശരണ്യ ചേച്ചിയുടെ അടുത്ത് നിന്ന് ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ എന്തെങ്കിലും നമുക്കെതിരെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യില്ലേ, എനിക്കതുപോലെ ഭയങ്കരമായിട്ട് വിഷമാവുന്നു എന്ന് അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അർജുൻ പിന്നീട് അവിടെ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതൊരു ഗെയിമാണ്, ഗെയിമിന്റെ ഭാഗമായിട്ട് പലതുണ്ടാവും, മനസ്സിലേക്കൊന്നും എടുക്കണ്ട, പിന്നെ എല്ലായ്പ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാവണമെന്നില്ല, അത് മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീതുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ പുറത്ത് വന്നിരുന്ന് കുറേ നേരം സംസാരിക്കുന്നുണ്ട്, അർജുനും ശ്രീതുവും. അപ്പോൾ അവിടെ അർജുൻ്റെ അടുത്ത് ശ്രീതു ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ഇരുന്നിട്ട് അവിടെയുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യങ്ങളും അവിടെ എല്ലാ കാര്യങ്ങളും റസ്മിനായിട്ട് പിണങ്ങിയ കാര്യങ്ങളും ഒക്കെ ഇരുന്ന് തുറന്നു പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അവിടെ അർജുൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്രീതു ചോദിക്കുന്നുണ്ട്, അപ്സര ചേച്ചി എങ്ങനെയാണ്, അപ്സര എങ്ങനെയാണ് എന്നൊരു കാര്യം ചോദിക്കുന്നുണ്ട് അർജുൻ്റെ അടുത്ത്. അപ്പം ചില സമയത്ത് ഇത്തിരി ഇറിറ്റേറ്റിംഗ് ഒക്കെ ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ശ്രീതു പറയുന്ന ഒരു കാര്യം, എനിക്കറിയാം അപ്സര ചേച്ചി കുറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നീ എല്ലാവരുടെ അടുത്തും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നതുകൊണ്ട് നീ ഉള്ളിലേക്ക് അങ്ങനെ എടുക്കുന്നില്ല എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ അങ്ങനെ ഉള്ളിലേക്കൊന്നും എടുക്കാറില്ല, എനിക്ക് ആരോട് അങ്ങനെ അത്രയും വെറുപ്പ് തോന്നിയിട്ടില്ല ഇതുവരെ ലൈഫിൽ, അതുകൊണ്ട് തന്നെ എനിക്കത് കഴിഞ്ഞ അപ്പം തന്നെ കഴിഞ്ഞു, ഞാൻ പിന്നെ മിണ്ടി ചെല്ലും, എനിക്ക് അങ്ങനെ പ്രശ്നമില്ല എന്ന് അർജുൻ പറയുമ്പോൾ അവിടെ ശ്രീതു പറയുന്നുണ്ട്, അപ്സര ചേച്ചി നിന്റെ കാര്യത്തിൽ അർജുൻ്റെ കാര്യത്തിൽ ഭയങ്കര പൊസസീവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തിനാ പറയുന്ന, ആ സോഫയിൽ വന്നിരിക്കുന്ന സമയത്ത് അർജുൻ്റെ അടുത്ത് നോറയൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ അപ്സര ചേച്ചിയുടെ മുഖം മാറും, ഇഷ്ടമല്ല അങ്ങനെ നിന്റെ അടുത്ത് വന്നിട്ട് വേറെ വല്ലവരും വന്നിരിക്കുന്നത് പോലും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് അപ്സര ചേച്ചി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അർജുൻ ചിരിച്ചു വിടുന്നുണ്ട്. അത് അപ്സരയും തന്നെ പറയുന്നുണ്ടായിരുന്നു റസ്മിന്റെ അടുത്ത്, എനിക്ക് അർജുനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ അവൻ എന്നെ തിരിച്ച് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എൻ്റെ ഈ ചൊറിയൻ സ്വഭാവം കാരണം, പക്ഷെ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്സരയ്ക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അർജുൻ്റെ അടുത്ത്, പക്ഷെ ഏത് നേരം ഈ ചൊറിഞ്ഞുകൊണ്ടും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്നതും കൊണ്ട് അവിടെ അർജുന് ചില സമയത്ത് ദേഷ്യം വരാറുണ്ട്. പക്ഷെ കമ്പനി അടിച്ച് ഡി എന്ന് വിളിച്ചുകൊണ്ട് സംസാരിച്ച് ചെല്ലുന്നതും കണ്ടിട്ടുണ്ട്. എന്തായാലും അത് നോട്ട് ചെയ്തിട്ടുണ്ട് ശ്രീതു അർജുൻ്റെ അടുത്ത് അത് കാര്യമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അർജുൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ശ്രീതു കുറേ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ശ്രീതുവിൻ്റെ ആ മനസ്സിലുണ്ടായിരുന്ന ആ വിഷമൊക്കെ മാറിയെന്ന് തോന്നുന്നു. അതുവരെ അത്രയും ടള്ളായിട്ട് വിഷമിച്ചിരിക്കുന്ന ശ്രീതുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ രണ്ടുപേരും ഇരുന്ന് കൂളായിട്ട് രണ്ടുപേരുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന മൊമെന്റ് നമ്മൾ പിന്നീട് കണ്ടു.